വ്യവസായ വകുപ്പുമായി സഹകരിച്ച് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം നടത്തിയ ഇൻ സമ്മിറ്റിൽ ആള് കുറഞ്ഞതിൽ സംഘാടകർക്ക് നേരെ വിമർശനവുമായി മുഖ്യമന്ത്രി. വേറൊന്നുമല്ല, ഇന്നലെ പാലക്കാട്ട് വ്യവസായികളുടെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു. മഹാരാജാവ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഈ നാട്ടിൽ ആളില്ലെങ്കിൽ അയൽ സംസ്ഥാനത്ത് നിന്നെങ്കിലും ആളെ കൊണ്ടുവന്ന് സദസ്സ് നിറയ്ക്കണമല്ലോ. അതാണല്ലോ സംഘാടകരുടെ മുഖ്യ ഉത്തരവാദിത്വം. അയ്യോ, ഇന്നലെ ആളെ കിട്ടിയില്ല. ബംഗാളികളെയും വന്ന് കിട്ടാനില്ല, അവർക്കും കടം പറയുമായിരിക്കും. ആശാപ്രവർത്തകരെ മുഴുവൻ പണക്കി, അവരെ കിട്ടാനില്ല. അംഗനവാടി പ്രവർത്തകരെ കിട്ടാനില്ല. എന്തിനാ, അംഗനവാടി കുഞ്ഞുങ്ങളെ പോലും കിട്ടാനില്ല എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. അറിയാതെ ഇരിക്കുകയാണ് ഞാൻ. അത്രയും വിപുലമായ ഒരു പരിപാടിയുടെ ഗൗരവത്തിൽ കൊള്ളാൻ കഴിഞ്ഞോ എന്നുള്ള സംശയമാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? എന്ത് ചെയ്യാം? ചുമ്മാ വ്യവസായികളുടെ കോൺക്ലേവ് എന്നും പറഞ്ഞ് മൈക്കിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാൻ എഴുതിക്കൊണ്ട് വന്നാ പോരാ. വ്യവസായികൾ കേരളത്തിലുണ്ടോ എന്ന അന്വേഷണം ആദ്യം ഒന്ന് നടത്തണമായിരുന്നു. ഇവിടെ ആരും ഇല്ല, എല്ലാരും ഓടിച്ചു വിട്ടില്ലേ. അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട്? അതൊക്കെ പറയാമെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോ ആളില്ല എന്ന് പറഞ്ഞ് സംഘാടകരുടെ മെക്കെട്ട് കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാകുക? ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് വിവരം വെച്ച് ഇനി കോഴിക്കാലും കുപ്പിയോ അല്ല, ഒരു ദിവസം 1500 2000 കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഈ തള്ളു കേൾക്കാൻ ആള് കാണത്തില്ല. അതിനേക്കാൾ വേദം ട്രെയിന് മുന്നിൽ ടോർച്ചും പിടിച്ചോണ്ട് ഓടുന്ന പണിയാ. ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയുന്ന എന്റെ സ്വഭാവം നമ്മൻ അറിയാലോ. അതുകൊണ്ട് പറഞ്ഞാ ഒന്നും തോന്നരുത് കേട്ടോ, പ്ലീസ്. ഇനി പോകെ സദസ്സിലെന്നല്ല പാർട്ടി പോലും ആരും കാണില്ല എന്നുള്ളതാണ് സത്യം. എന്നെങ്കിലും നീ ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ. അത് ഇത്തരത്തിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പങ്കെടുക്കാത്ത വ്യവസായികൾക്ക് നേരെ 3ാം മുറയാണോ 4ാം മുറയാണോ എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇപ്പൊ പോലീസുകാരുടെ ആ മേലിന്റെ ഒരു സീസൺ അല്ലേ, അപ്പൊ അതൊന്ന് കൊഴിപ്പിക്കാം. എന്നാലും തൊഴിലുറപ്പുകാരെ പോലും കിട്ടാതെ പോയല്ലോ തമ്പുരാ. ഇനി എന്നാ ചെയ്യും കർത്താവേ? കാലവും കഥയെല്ലാം മാറിരായാവേ. പണ്ടത്തെ പോലെ നിങ്ങള് കോൾമയിറ് കൊള്ളിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുമ്പോ കൈയടിച്ചുകൊണ്ടിരുന്ന ജനങ്ങളും കോരി തരിച്ചുകൊണ്ടിരുന്ന ജനങ്ങളും ഇറങ്ങി ഓടിക്കൊണ്ടിരുന്ന ജനങ്ങളും ഒന്നും ഇപ്പൊ ഇല്ല. ആർക്കും ഒന്നും കേൾക്കണ്ട. അടിമകൾക്ക് പോലും സത്യം പെറ്റ തള്ള സഹിക്കത്തില്ല ഈ തള്ളുകള്. But one thing, yes is the came in on of the land phone. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി.